ജനങ്ങൾ വളരെ പെട്ടെന്ന് സ്വീകരിച്ച ഒന്നാണ് വന്ദേ ഭാരത് ട്രെയിൻ. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ചീറിപ്പായാൻ അടുത്ത 2 ട്രെയിനുകൾ വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ യാത്രക്കാരുടെ സന്തോഷം. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള 2 പുതിയ ട്രെയിനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി. നിലവിൽ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇതിന്റെ രൂപകൽപ്പന ചെയ്ത വേഗത മണിക്കൂറിൽ 180 കിലോമീറ്ററാണ്. നിലവിൽ രാജ്യമൊട്ടാകെ 81 ജോഡി വന്ദേ ഭാരത് ട്രെയിൻ ചെയർ കാർ സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം മാർച്ച് 23 ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർക്ക് അയച്ച കത്തിൽ 2027-28 വർഷത്തെ കോച്ച് പ്രൊഡക്ഷൻ പ്രോഗ്രാമിന് കീഴിൽ 16 കാറുകൾ വീതമുള്ള 2 ട്രെയിൻ സെറ്റുകൾ ഉൾപ്പെടുത്താൻ റെയിൽവേ ബോർഡ് അംഗീകാരം നൽകി. ബ്രോഡ് ഗേജ് ട്രെയിൻ സെറ്റുകളായിട്ടായിരിക്കും ഈ 2 റേക്കുകളും നിർമ്മിക്കുക. സ്റ്റീൽ ബോഡിയിൽ നിർമ്മിക്കുന്ന ഈ കോച്ചുകൾക്ക് മണിക്കൂറിൽ 220 കിലോമീറ്റർ ഡിസൈൻ സ്പീഡും 200 കിലോമീറ്റർ പരമാവധി പ്രവർത്തന വേഗതയും ഉണ്ടായിരിക്കും. 2 അതിവേഗ ട്രെയിൻ സെറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും കമ്മീഷൻ ചെയ്യുന്നതിനുമുള്ള കരാർ 2024 ഒക്ടോബറിൽ BEML-ന് ICF നൽകിയിരുന്നു. ഓരോ ട്രെയിൻ സെറ്റിലും 8 കാറുകൾ വീതമുണ്ടാകും. 27.86 കോടി രൂപയാണ് ഒരു കോച്ചിന്റെ വില. ആകെ കരാർ തുക 866.87 കോടി രൂപയാണ്. രൂപകൽപ്പന, വികസന ചെലവുകൾ, ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയാണ് ഈ 866.87 കോടി രൂപ. ഇന്ത്യൻ റെയിൽവേയുടെ 3 യൂണിറ്റുകളിലാണ് നിലവിൽ കോച്ചുകൾ നിർമ്മിക്കുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, കപൂർത്തയിലെ റെയിൽ കോച്ച് ഫാക്ടറി, റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറി, LHB കോച്ചുകൾ, വന്ദേ ഭാരത്, നമോ ഭാരത്, റാപ്പിഡ് ആൻഡ് റീജിയണൽ മെട്രോ റേക്കുകൾ, കൊൽക്കത്ത മെട്രോ റേക്കുകൾ, അമൃത് ഭാരത് ട്രെയിനുകൾ തുടങ്ങിയവയാണ് ഈ യൂണിറ്റുകളിൽ പ്രധാനമായും നിർമ്മിക്കുന്നത്. ഭാവിയിലെ അതിവേഗ ട്രെയിനുകളുടെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ചെലവുകൾ, നിർമ്മാണത്തിനുള്ള ടൂളിംഗ്, ആവശ്യമായ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. പുറത്തിറങ്ങുന്ന ട്രെയിനുകളിൽ സ്റ്റീൽ ബോഡിയുള്ള കോച്ചുകളും പൂർണ്ണമായും ശീതീകരിച്ച ചെയർ കാർ സൗകര്യവും ഉണ്ടാകും. ചാരിയിരിക്കാവുന്ന സീറ്റുകൾ, ഓൺബോർഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക യാത്രാ സൗകര്യങ്ങളും ലഭ്യമാകും. മികച്ച യാത്രാ സൗകര്യത്തോടൊപ്പം സുരക്ഷിതമായും കാര്യക്ഷമമായും ഉയർന്ന വേഗതയിൽ സർവീസ് നടത്താൻ പുതിയ ട്രെയിനുകൾക്ക് സാധിക്കും. പുതിയ 220 കിലോമീറ്റർ വേഗതയുള്ള ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ സമഗ്രമായ നവീകരണ ശ്രമങ്ങളുടെ ഭാഗമാണ്. രാജ്യത്തെ റെയിൽ ഗതാഗത മേഖലയെ ആധുനികവൽക്കരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ ഇന്ത്യയിൽ 200 കിലോമീറ്ററിലധികം വേഗതയുള്ള ട്രെയിനുകളില്ല. ട്രാക്ക് പരിമിതികൾ കാരണം മിക്ക സർവീസുകളും 160 കിലോമീറ്ററിലാണ് ഓടുന്നത്. പുതിയ ട്രെയിൻ സെറ്റുകളും ഹൈസ്പീഡ് ടെസ്റ്റ് ട്രാക്കുകളും വേഗതയേറിയ യാത്രാമാർഗങ്ങളിലേക്ക് റെയിൽവേ നയിക്കും. ഓരോ ട്രെയിൻ സെറ്റിലും 16 കോച്ചുകൾ വീതമാണ് ഉണ്ടാകുക. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള പുതിയ ട്രെയിനുകൾ ഒരുങ്ങുന്നുവെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും ദീർഘദൂര യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും ഈ പുതിയ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ സഹായിക്കും. റെയിൽവേ നിർമ്മിക്കുന്ന ഈ പുതുതലമുറ ട്രെയിനുകൾ നിലവിലെ വേഗപരിധികൾക്ക് പുതിയ മാനം നൽകുമെന്നും യാത്രക്കാർക്ക് ആധുനിക സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. അതിനിടെ ഇന്ത്യൻ യാത്രാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിന് തിരികൊളുത്തിക്കൊണ്ട് തദ്ദേശീയമായി നിർമ്മിക്കുന്ന B-28, B-35 ബുള്ളറ്റ് ട്രെയിനുകൾ ട്രാക്കിലിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബംഗളൂരുവിലെ BEML ഫാക്ടറിയിൽ ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ രാജ്യം സ്വയം വികസിപ്പിച്ചെടുക്കുന്ന ഈ അതിവേഗ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ആധുനിക മുഖമായാണ് വിലയിരുത്തപ്പെടുന്നത്. സുരക്ഷയ്ക്കായി കവച സംവിധാനവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മെയിന്റനൻസ് രീതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആഗോള നിലവാരത്തിലുള്ള യാത്രാനുഭവമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ 2 ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കുന്നതിനായി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി BEML-ന് കരാർ നൽകി കഴിഞ്ഞു. B-28 പിന്നാലെ കൂടുതൽ കരുത്തനായ B-35 മോഡൽ വികസിപ്പിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ പായുന്ന രീതിയിലായിരിക്കും B-35 നിർമ്മിക്കുക. ജപ്പാനിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ സ്വാംശീകരിച്ച് പൂർണ്ണമായും ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇവയെ മാറ്റിയെടുക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ആധുനിക ഇൻഫോർടൈൻമെന്റ് സിസ്റ്റങ്ങളും സുഖപ്രദമായ സീറ്റുകളും അടങ്ങുന്ന 8 AC കോച്ചുകളായിരിക്കും ഈ ട്രെയിനുകളിൽ ഉണ്ടായിരിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.